നമസ്കാരം. നമസ്തേ. ദക്ഷിണേന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ISIS-ഉം അതേപോലെ തന്നെ അൽ ഖ്വയ്ദയും ഒന്നിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം പലതരത്തിലുള്ള ആധിപത്യത്തിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാണ്. അൽ ഖ്വയ്ദ ആയാലും ISIS ആയാലും. പക്ഷേ ദക്ഷിണേന്ത്യയുടെ കാര്യത്തോട്ട് വരുമ്പോൾ ഇവർ 2 പേരും ഒന്നിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഇങ്ങനെ ഒരു വാർത്ത, അതായത് ISIS-ഉം അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് അവരും അൽ ഖ്വയ്ദയും ദക്ഷിണേന്ത്യയിൽ സ്വാധീനം ഉറപ്പിക്കാനായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന ഒരു വാർത്ത പുറത്തുവിട്ടത് IANS ആണ്, വാർത്താ ഏജൻസിയാണ്. അവരെ കോട്ട് ചെയ്തിട്ട് അവരുടെ വാർത്ത ഇന്നലെ ചില ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോയുടെ സോഴ്സസിനെ കോട്ട് ചെയ്തിട്ടാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വാർത്ത പ്രകാരം ആ, പരസ്പരം പോരടിക്കുന്ന രണ്ട് ഭീകര സംഘടനകളാണ് ഇസ്ലാമിക് സ്റ്റേറ്റും അതുപോലെ അൽ ഖ്വയ്ദ. അൽ ഖ്വയ്ദ AQIS, അതായത് അൽ ഖ്വയ്ദ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, അങ്ങനെയാണ് അൽ ഖ്വയ്ദയുടെ ഇന്ത്യൻ ഘടകത്തിന്റെ പേര്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യൻ ഘടകവുമുണ്ട്. അതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് അൽ ഹിന്ദ് പ്രോവിൻസ് എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. അത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള ISKP, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ പ്രോവിൻസിന്റെ ഒരു ഭാഗമാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് അൽ ഹിന്ദ്. ഇങ്ങനെയുള്ള ഈ രണ്ട് സംഘടനകൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ അവർ പരസ്പരം പോരടിക്കുന്ന സംഘടനകളാണ് ആധിപത്യത്തിന് വേണ്ടി. പക്ഷേ അവര് ദക്ഷിണേന്ത്യയില് അവര് തൽക്കാലം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായിട്ടാണ് IB ഈ കണ്ടെത്തിയിരിക്കുന്നത്. IB ഇങ്ങനെ കണ്ടെത്താനുള്ള കാര്യം, ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് NIA ദക്ഷിണേന്ത്യയുടെ 20ഓളം കേന്ദ്രങ്ങളിൽ ഒരു റെയ്ഡ് നടത്തിയിരുന്നു. അത് കേരളത്തിലെ മലപ്പുറത്ത് നിന്നും ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു, ഈ ഫെബ്രുവരി 2026 ഡിറ്റണേറ്ററുകൾ പിടിച്ചു. പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലവും മലപ്പുറത്തു നിന്നുമാണ്, രണ്ടിടത്തു നിന്നുമാണ് ഡിറ്റണേറ്റർ പിടിച്ചത്. സാധാരണഗതിയിൽ കേരളത്തിലെ ഡിറ്റണേറ്ററും ഒക്കെ പിടിക്കുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം ഈ ജലാറ്റിൻ സ്റ്റിക്കും ഡിറ്റണേറ്ററുകളും കേരളത്തിലെ വ്യാപകമായിട്ട് അവൈലബിൾ ആണ്. അത് ഈ ഖനന ആവശ്യത്തിന് വേണ്ടി പലപ്പോഴും ഈ ക്വാറി ലൈസൻസ് ഉള്ളവരുടെ കയ്യിൽ ഇത് കാണും. അപ്പൊ ക്വാറി ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഒരുപക്ഷെ 10,000 ജലാറ്റിൻ സ്റ്റിക്ക് ആണ് സൂക്ഷിക്കാനുള്ള അനുമതിയെങ്കിൽ അവർ ആ ലൈസൻസിന്റെ മറവിൽ ഒരു 50,000 അങ്ങ് സൂക്ഷിക്കും. അത് കേരളത്തിലുള്ള ഒരു പതിവാണ്. ഇത് പോലീസ് കണ്ടുപിടിക്കാറുണ്ട്, പക്ഷെ അത്ര വലിയൊരു സീരിയസ് ആയിട്ട് ഇത് എടുക്കാറില്ല. കാരണം ഇത് അങ്ങനെ ഒരു വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ല എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഈ ഫെബ്രുവരിയിൽ മലപ്പുറത്ത് നിന്നും ഇത് പിടിച്ചെടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊരു ലോറിയിലായിരുന്നു. ആ ലോറി ഒരു വീട്ടിൽ പാർക്ക് ചെയ്ത രീതിയിലായിരുന്നു. പെട്ടെന്ന് തന്നെ ഡ്രൈവറും മറ്റാൾക്കാരും ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ക്വാറിയുടെ ആൾക്കാരാണെങ്കിൽ അവർ ഓടി രക്ഷപ്പെടുകയൊന്നുമില്ല. കാരണം അവർക്കറിയാം ഇത് അത്ര വലിയ പ്രശ്നമില്ല, അവര് സെറ്റിൽ ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഇത് പോലീസിന് സംശയമുണ്ട്. പക്ഷെ അന്നും കേരള പോലീസ് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. പക്ഷെ പിന്നീട് ഇത് ഈ കേസ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏറ്റെടുത്തപ്പോൾ അത് അതിനപ്പുറത്തേക്ക് നീങ്ങുന്ന ചില വിഷയങ്ങൾ ഇതിലുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിനെ തുടർന്ന് പിന്നീട് ഈ കേസ് അവര് ഇതിൽപ്പെട്ട ചിലരെ അറസ്റ്റ് ചെയ്യുകയും, അങ്ങനെ അറസ്റ്റ് ചെയ്ത ഒരു റഹമത്തുള്ള എന്ന വ്യക്തി, അയാള് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അപ്പോഴാണ് ഇതിന്റെ ഒരു വൈഡർ നെറ്റ്വർക്ക് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് പിടികിട്ടുന്നത്. ഈ റഹ്മത്തുള്ളയുടെ വീട്ടിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും അതുപോലെ തന്നെ അൽ ഖ്വയ്ദയുടെയും ലഘുലേഖകൾ, അതുപോലെ ഈ രണ്ട് സംഘടനകളുമായിട്ട് ബന്ധമുള്ള ഒരുപാട് തെളിവുകൾ NIAക്ക് ലഭിക്കുന്നു. അങ്ങനെ ലഭിക്കുമ്പോഴാണ്, ചോദ്യം ചെയ്യലിലാണ്, തൽക്കാലം അവര് ഓൺലൈൻ റാഡിക്കലൈസേഷൻ പരിപാടിക്ക് വേണ്ടി അവർ ഒരുമിച്ച് നീങ്ങുകയാണ് എന്നുള്ള സൂചന കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ നീങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഇവിടുത്തെ ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും അധികം വേഗത്തിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഓൺലൈനിലൂടെയാണ്. കാരണം ഒന്ന്, ഉയർന്ന വിദ്യാഭ്യാസം, എല്ലാ ആൾക്കാരും ഓൺലൈൻ പ്രസൻസ് ഉള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ. അപ്പൊ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഓൺലൈൻ റാഡിക്കൽ ഗ്രൂപ്പുകൾക്ക് വളരെ എളുപ്പമാണ്, സുസാധ്യമാണ്. അതിനാലാണ് അവർ ആ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ ഈ രണ്ട് സംഘടനകളും ഓൺലൈനിൽ പരസ്പര വിരുദ്ധമായി പോരടിക്കുന്ന നിലപാടുകൾ എടുക്കുമ്പോൾ ആൾക്കാര് ആകെ ആശയക്കുഴപ്പത്തിലാകും. ആശയക്കുഴപ്പത്തിലായ ആൾക്കാര്
ഈ രണ്ട് സംഘടനകളിലും ചേരുന്നുമില്ല. ഇതാണ് അവര് തിരിച്ചറിഞ്ഞ ഒരു വസ്തുത. അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും ദക്ഷിണേന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാവുന്നു. അത് സംഭവിക്കാതിരിക്കാൻ അവർ തൽക്കാലത്തേക്ക് ഒരുമിച്ച് നിൽക്കുകയാണെന്നും ആണ് സെക്യൂരിറ്റി ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു വിഷയം പറയുമ്പോൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ മറ്റൊരു വിഷയം കൂടി ഉണ്ടെന്നാണ് IB പറയുന്നത്. അൽ-ഫറാൻ എന്ന ഒരു തീവ്രവാദ സംഘടനയുണ്ട്. അത് പാകിസ്ഥാന്റെ സൃഷ്ടിയാണ്. ഇപ്പൊ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തയ്ബ ഇതൊക്കെ തന്നെ പാകിസ്ഥാന്റെ സൃഷ്ടിയാണെന്ന് നമുക്കറിയാം. അതുപോലെ പാകിസ്ഥാന്റെ മിലിറ്ററി അല്ലെങ്കിൽ ISI സൃഷ്ടിച്ച ഒരു ഭീകര സംഘടനയാണ് അൽ-ഫറാൻ. ഈ അൽ-ഫറാൻ ഒരു സമയത്ത് 2007 കാശ്മീരിൽ വലിയ സജീവവും അവര് കാശ്മീരിൽ ഒരുപാട് ആക്രമണമൊക്കെ നടത്തി. പക്ഷെ പിന്നീട് പെട്ടെന്ന് സെക്യൂരിറ്റി ഏജൻസി ഈ ഒരു സംഘടനയെ തകർത്ത് കളഞ്ഞു. അങ്ങനെ തകർത്ത് കളഞ്ഞിട്ട് അവർക്ക് കാശ്മീരോ വടക്കേ ഇന്ത്യയിലോ അവർക്ക് നിൽക്കാൻ പെട്ടെന്ന് പറ്റുന്നില്ല. അങ്ങനെ അപ്പോഴാണ് അവർ ചുവടൊന്ന് മാറ്റി ദക്ഷിണേന്ത്യയിലേക്ക് വന്നു. അവർ മംഗലാപുരം തീരത്ത് അൽ-ഫറാൻ സാന്നിധ്യം അറിയിക്കുകയും അവിടെ അവര് പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. പക്ഷെ അവിടെ അവർക്ക് പോപ്പുലർ ഫ്രണ്ടിന് എന്ന ഒരു സംഘടനയിൽ നിന്നും എതിർപ്പുണ്ടായി. പോപ്പുലർ ഫ്രണ്ട് ഇപ്പോ പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമായിരിക്കുന്നു. അതിന്റെ ചില സെല്ലുകൾ മാത്രം ചില സ്ഥലങ്ങളിൽ പാസീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് IB ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോ ഇത് പലർക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗം എന്ന് പറയപ്പെടുന്ന SDPI ആക്റ്റീവ് ആയിരിക്കാം. പക്ഷെ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ചില പരിമിതികളുണ്ട്. അവർക്ക് അങ്ങനെ ഒരു പരസ്യമായ പ്രവർത്തനത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. കാരണം അവരെപ്പോഴും സെക്യൂരിറ്റി ഏജൻസീസിന്റെ റഡാറിലാണ്. എപ്പോഴും അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വന്നപ്പോൾ ആ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ സ്വാധീനം കുറഞ്ഞതാണ് ഈ ISIS-നും അൽ-ഖ്വയ്ദയ്ക്കും ഒരു അനുഗ്രഹമായിട്ട് മാറുന്നത്. ആ വിടവിലൂടെ അവർക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ ആധിപത്യം ഉറപ്പിക്കാമെന്നാണ് ഇവർ കണക്കുകൂട്ടുന്നത്. ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ അൽ-ഫറാൻ വീണ്ടും സജീവമാക്കുന്നതിന് മുമ്പ് ഈ രണ്ട് സംഘടനകളും കേരളത്തിൽ നല്ല ദക്ഷിണേന്ത്യയിൽ സജീവമാകാൻ അവർ ശ്രമിക്കുകയാണ്. ഇതിൽ ആന്ധ്രാപ്രദേശിലെ അതുപോലെ തെലങ്കാനയിലും അൽ-ഖ്വയ്ദയ്ക്കാണ് സ്വാധീനം. കേരളം, കർണാടകം ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന് ISIS-നാണ് സ്വാധീനം. ഇതാണ് IB വിലയിരുത്തുന്നത്. കേരളത്തിൽ വ്യാപകമായ നെറ്റ്വർക്കുകൾ, സ്ലീപ്പർ നെറ്റ്വർക്കുകൾ ഉള്ളത്, സെല്ലുകൾ ഉള്ളത് ഇസ്ലാമിക് സ്റ്റേറ്റിന്. അൽ-ഖ്വയ്ദയ്ക്ക് കേരളത്തിൽ ആ ലെവലിലുള്ള ഒരു സാന്നിധ്യമില്ല. അപ്പോ സ്വാഭാവികമായിട്ടും ഈ രണ്ട് സംഘടനകളും തിരിച്ചറിയുന്നത് അവരുടെ സ്വാധീന മേഖലകൾ ദക്ഷിണേന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ ഘടകമായിട്ടല്ല, പല സംസ്ഥാനങ്ങളുണ്ട്. ആ പല സംസ്ഥാനങ്ങളിൽ അവർക്ക് പരസ്പരം മത്സരിക്കേണ്ട കാര്യമില്ല. കാരണം ആന്ധ്ര, തെലങ്കാന അൽ-ഖ്വയ്ദയ്ക്കും വിട്ടുകൊടുക്കുന്നു. ബാക്കി മൂന്ന് സംസ്ഥാനങ്ങൾ കേരളം, കർണാടകം, പിന്നെ തമിഴ്നാടും അവരുടെ ഒരു പ്രവർത്തന മേഖലയായിട്ട് അൽ-ഖ്വയ്ദ അംഗീകരിക്കും. ഈ രണ്ട് സംഘടനകൾക്കും പൊതുവായിട്ടുള്ള പ്രവർത്തനമുള്ള മഹാരാഷ്ട്രയിലെ ചില സ്ഥലങ്ങളുണ്ട്. അവിടെ അവര് ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇങ്ങനെ ഒരു പുതിയ നീക്കം ഭീകര സംഘടനകൾ നടത്തുന്നതായിട്ടാണ് ഇപ്പോ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര സെക്യൂരിറ്റി ഏജൻസികൾ അവരുടെ ഒരു പ്രവർത്തനം മാറ്റിപ്പിടിക്കുക. അതായത് ഓൺലൈൻ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ നടക്കുന്ന റാഡിക്കലൈസേഷൻ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഓൺലൈനിലെ സാന്നിധ്യം പലപ്പോഴും ഈ ഓൺലൈനിലെ വ്ളോഗർമാരായിട്ട് വരാം, അതല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറായിട്ട് വരാം. ഇത്തരം ആൾക്കാരെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ സെക്യൂരിറ്റി ഏജൻസികൾ നീങ്ങുന്നത്. അതിന്റെ ഫലമായിട്ട് ഇവർക്കെതിരെയുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ അതിശക്തമായ രീതിയിൽ ഇവർക്കെതിരെയുള്ള നടപടികൾ മുന്നോട്ട് പോകും. ഇവരിൽ പല ആൾക്കാരെയും ട്രാക്ക് നിരീക്ഷണത്തിന് ഇപ്പോൾ തന്നെ വിധേയരാണ്. ഇവരെക്കുറിച്ചുള്ള വെയറബൌട്ട്സ്, ഇവരെക്കുറിച്ചുള്ള അതായത് വിശദാംശങ്ങളൊക്കെ തന്നെ സെക്യൂരിറ്റി ഏജൻസികൾ, പോലീസല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവർ പിടിച്ചെടുത്തിരിക്കും. നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഈ മയക്കുമരുന്നിനെതിരെ നടക്കുന്ന ഒരു നടപടി. അത് കേരളത്തിൽ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിലും മയക്കുമരുന്നിന് എതിരെയുള്ള വലിയ നീക്കം നടക്കുന്നുണ്ട്. ഇപ്പോ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും ഒരു 1000 കോടി രൂപയുടെ മയക്കുമരുന്ന്, ആ മയക്കുമരുന്ന് പെയിൻ കില്ലർ ഗുളികകളാണ്. ആ ഗുളികൾ പക്ഷേ ആവശ്യത്തിനധികമുള്ള ഡോസിൽ ഉള്ളിൽ ചെന്നാൽ അത് വലിയ ശക്തിയുള്ള മയക്കുമരുന്നായിട്ട് അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. ആ ഗുളികകൾ
വിതരണം ചെയ്യുന്നത് അതിന്റെ പിന്നിലുള്ള മുഖ്യ കണ്ണികളിൽ രണ്ടുപേര് കേരളത്തിലാണെന്നും അവരെ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ആ വാർത്ത ഇന്നലെ ചെയ്തിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു രാവിലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇത്തരം സംഘടനകളുടെ മേലുള്ള ക്രാക്ക് ഡൗൺ അതും ഈ ഭീകരവിരുദ്ധ നടപടികളുടെ ഭാഗമാണ്. കാരണം ഭീകര സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫണ്ടിങ് മുഖ്യമായിട്ടും ഈ മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെയാണ് അവർ ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പോ വരും ദിവസങ്ങളിൽ മയക്കുമരുന്നിനെതിരെയുള്ള നടപടികളും ഭീകരവിരുദ്ധ നടപടികളും ചില പോയിന്റുകളിൽ ഒരുമിക്കാനും ഇതിൽ സെൻട്രൽ ഏജൻസികളുടെ കൂടുതൽ ഇടപെടൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. എന്തായാലും ശരി, ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടുതൽ പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.